ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു യാത്ര വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അബഹയിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, എല്ലാവരോടും ഞങ്ങൾ അബഹയിലേക്ക് പോവാണ്. ഞങ്ങൾ അബഹയിൽ പോവും. അബഹയിൽ പോയിട്ട് അവിടെ നിന്ന് ജിസാനിൽ പോവും. എന്നിട്ട് അവിടെ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച തിരിച്ചു വരുള്ളൂ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇന്നും ഓക്കെ പറയും, ഇന്നും ഓക്കെ പറയും. ഓക്കെ, താങ്ക് യു പറയും, താങ്ക് യു. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര പോവാണ്. പോകാനുള്ള ഒരുക്കത്തിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് പുറപ്പെടുകയാണ്. മരുഭൂമിയിലെ വീഡിയോകളാണ് കേട്ടോ. മരുഭൂമിയാണല്ലോ ഇപ്പോൾ സൗദി അറേബ്യയിൽ മെയിനായിട്ട്. മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. മോളുണ്ട്, പേരക്കുട്ടികളുണ്ട്, മരുമകളുണ്ട്, മകനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബസമേതം അബഹ, ബൽജുർഷി, അൽബഹ, ജിസാൻ, ബേഷിലാണ് നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തുണ്ട് നൗഫൽ. അവന് കുറേ ആയിട്ട് മക്കളുള്ള വരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വഴിയിൽ നിസ്കരിക്കാനൊക്കെ നിർത്തിയതാണ് കേട്ടോ. നിസ്കരിച്ച് വീണ്ടും ഇൻഷാ അല്ലാഹ് യാത്ര പുറപ്പെടുകയാണ്. മരുഭൂമി തന്നെയാണല്ലോ മരുഭൂമി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോകൾ എടുക്കുകയാണ്. യാത്രകളാണല്ലോ രസം. യാത്രകൾ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ. യാത്രകൾ പുതിയ അനുഭവങ്ങളാണ്, പുതിയ അറിവുകളാണ്. എന്താ അതിൻ്റെ ഇടയ്ക്ക് ഇതേണ്ട ഇന്നും ഒന്ന് അസാനോ രണ്ടാമത്തെ കുട്ടിയാണ് എനിക്ക് ഡിക്കി കയറി കിടക്കണം. ഞാൻ അവിടെ കിടക്കട്ടെ, ഞാൻ അവിടെ ഇരിക്കട്ടെ പപ്പ എന്ന് പറയും. അതപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക ആ ശബ്ദം. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ അഷിബാഷി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ സ്ഥലത്ത്, അത് ഇന്ത്യ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് മറന്നു പോയല്ല, മുതല്ലിഫിൽ നിർത്തി ഭക്ഷണം കഴിച്ച് ഒരു മന്തിയും പറഞ്ഞു, ഒരു മധുവൂത്ത് മോനക്ക് ഇഷ്ടമാണ്. ഭക്ഷണം കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ പുറത്തേക്ക് വരികയാണ് കേട്ടോ. യാത്ര തുടങ്ങി. ഇൻഷാ അല്ലാഹ് രാത്രി ആയിക്കണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ചുരം കയറാനുള്ള ഒരുക്കത്തിലാണ്. അബഹ, അതായത് മുദല്ലിഫ് നിന്ന് നമ്മൾ നേരെ അൽബഹ ചുരം കയറാനുള്ള ഒരുക്കത്തിലാണ്. ചുരം ഒന്നും ഫുള്ളായിട്ട് എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരത്തെ എസറിൻ്റെ നിസ്കാരത്തിന് ഞങ്ങളൊരു പള്ളിയിൽ പമ്പിൽ നിർത്തി നിസ്കരിച്ച് വീണ്ടും ഞങ്ങൾ പോവാണ്. ചുരമാണ് തൊട്ടത്. ഇതൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇത് എടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. അത് കാണുന്നവർക്കും അരോചകമായി തോന്നും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാൻ. കുറച്ചൊക്കെ എന്നെക്കാൾ കഴിയുന്ന ഭാഗം. എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ എടുക്കാമെന്നല്ലാതെ നമുക്കിത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ എടുക്കണം, ആളുകളെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്ന് നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. ഏകദേശം ചുരം കയറി അബഹ ബൽജുർഷി ഭാഗത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെയൊക്കെ ഏകദേശം എത്താനായി. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ബൽജുർഷി പൊതുവേ ഒരു തണുപ്പ് ഏരിയ ആണ്. എല്ലാവരും ചൂട് കാലത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ആണ്. ഞങ്ങൾ